അങ്ങനെ തന്നെ വടകര റെയിൽവേ സ്റ്റേഷനിലാണത്. സമയം ഇതാ കറക്റ്റ് 6:30, സോറി 5:30. ഇവിടുന്ന് ഇങ്ങനെ ആൾക്കാർ വീഡിയോ എടുക്കുന്ന ആൾക്കാരെ നോക്കുന്നുണ്ട് കേട്ടോ. നോക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ നിങ്ങളോട് പറയാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അതെ, അതെ. അപ്പൊ എന്താന്ന് വെച്ചാല് ഞങ്ങൾ മംഗലാപുരത്ത് പോകാം കേട്ടോ. വീണ്ടും മംഗലാപുരത്തേക്ക് പോവാം. അപ്പോൾ മംഗലാപുരത്ത് എന്തിനാ പോകുന്നതെന്നുള്ള കാര്യം നമ്മൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. മംഗലാപുരത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പം തന്നെ ഏകദേശം എല്ലാവർക്കും പിടികിട്ടിയിട്ടുണ്ടാവൂലേ ദേവുവിൻ്റെ അടുത്തേക്കാണെന്ന്. ദേവുവിൻ്റെ അടുത്തേക്കാട്ടോ, ഇന്ത്യാന കൺവെൻഷൻ സെൻറ്ററിലേക്കാണ് ഇപ്പം നേരെ പോകുന്നത്. ദേവു പഠിക്കുന്നത് ഇന്ത്യാന കോളേജിലാണല്ലോ. അപ്പം ഈ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ട് നമുക്കിന്നൊരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ് രാവിലെ തന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി വന്നത്. ഇതാ നമ്മളെ കുട്ടി നേഴ്സ് വരുന്നുണ്ട്. അപ്പം വന്നിട്ട് മുടിയെല്ലാം ഇങ്ങനെ കെട്ടുന്നതൊക്കെ ആദ്യമായിട്ടാട്ടോ. അപ്പം അടിപൊളി പരിപാടിയായിരുന്നു. ലാം ലൈറ്റിങ്ങും ഓത്ത് ടേക്കിംഗ് സെറിമണി ആയിരുന്നു കേട്ടോ. I shall abstain from the hills and the valleys, sound of abundance of rain. ഈ കൂട്ടത്തിൽ നമ്മളെ ദേവു നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അവിടുന്ന് നേരിട്ട് കണ്ട എനിക്ക് തന്നെ ഇവർ ഒരേപോലെ ഒരുപാട് ആളുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇവളെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ബാക്കോട്ട് നോക്കി ചിരിക്കുന്നുണ്ട്. പിന്നെ മക്കളെ കുറച്ച് ഡാൻസ് ഉണ്ടായിരുന്നു. ഏകദേശം 1 മണിയോട് കൂടിയിട്ട് പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു പരിപാടിയാണെങ്കിലും അടിപൊളി പരിപാടിയായിരുന്നേ. പിന്നെ നെയ്ച്ചോറും ചിക്കനും ആയിരുന്നേ ഫുഡ് ഉണ്ടായിരുന്നത്. പിന്നെ ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾക്ക് തിരിച്ചു വരണമല്ലോ. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഇത്ര കാണുക എന്ന് പറയുന്നത് ഓട് കൂടിയിട്ട് എൻ്റെ അത്രയും വലിയൊരു സ്വപ്നമായിരുന്നേ. കാരണം ദേവ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയത്. പലർക്കും അറിയാം, ഞാൻ പറയലുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഓൾ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ കാണുന്നത് അപ്പം ഭയങ്കര സന്തോഷം. സജീഷറിനും അങ്ങനെ തന്നെ. പിന്നെ ഇതൊക്കെ ദേവുവിൻ്റെ ഫ്രണ്ട്സാണ്. 2 പേര് കോട്ടയത്ത്. ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ബാലുശ്ശേരി, കൂട്ടാലിട അങ്ങനെയൊക്കെ ആട്ടോ. ഇവർ 5 ആളാണ് റൂമിലുള്ളത്. അപ്പോൾ ഇവർ എല്ലാവരും കൂടി കുറച്ച് നേരം സംസാരിച്ചിരുന്നപ്പോൾ എന്താ എല്ലാം കൊണ്ട് നമുക്ക് ഈ മക്കളിങ്ങനെ കാണുമ്പോഴേ അതെന്തോ ഒരു സന്തോഷമല്ലേ. പിന്നെ ഇതാണ് ദേവുവിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവായ വിനീത മേഡം കേട്ടോ. അപ്പോൾ മേഡവും ആയിട്ട് കുറേ നേരം സംസാരിച്ച് പിന്നെ ഞങ്ങളിങ്ങനെ തിരിച്ചു പോരാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അക്ഷരപ്പൂട്ടുകളാദ്യം തുറന്നു തന്നു. കുഞ്ഞിക്കാലടിയോരടി തെറ്റുമ്പോൾ കൈതന്നു കൂടെ വന്നു. ജീവിത പാതകളിൽ ഇനി എന്നിനി കാണുന്ന മറ്റൊരു ജന്മം കൂടെ ജനിക്കാൻ പുണ്യം പുലർന്നിടുമോ, പുണ്യം പുലർന്നിടും. ഇനി ഞങ്ങൾ തിരിച്ചു പോരാൻ വേണ്ടി വന്നിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എന്തോ ഒരു പോലെ കേട്ടോ. അവിടെ നിന്ന് വന്നപ്പം സത്യത്തിൽ എൻ്റെയും മാത്രമല്ല സതീഷേൻ്റെയും കൂടിയും വലിയൊരു സ്വപ്നമായിരുന്നു ദേവുവിനൊരു നേഴ്സാക്കുക എന്നുള്ളത്. കാരണം ഒരു നേഴ്സിൻ്റെ കൂടെ ജീവിച്ചിട്ടും അതിൻ്റെ ഡെഡിക്കേഷനൊക്കെ അറിഞ്ഞ ഒരാളാണല്ലോ. അപ്പോൾ നമ്മളെ മോള് ഇനി എന്തായിട്ടും അടിപൊളിയായിട്ട് പഠിക്കട്ടെ. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ച് വന്ന് കോഫി ഹൗസിലെത്തിയിട്ട് നമ്മളെ മക്കൾക്ക് ഫുഡ് വാങ്ങിക്കണമല്ലോ, രാത്രിത്തെ ഫുഡ്. അപ്പോൾ ഒരു 7:30 ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കനും പൊറാട്ടയൊക്കെ ആയിരുന്നു വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ വേഗം തിരിച്ച് വീട്ടിലോട്ടേക്ക് വരികയാണ്. പിന്നെ എന്താ പറയുക, ഒരുപാട് സന്തോഷവും ഒക്കെ ഉള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന്. അപ്പോൾ നമ്മളെ വെയിറ്റ് ചെയ്ത് ഇവിടെ മക്കൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഓൾക്ക് ചേച്ചീൻ്റെ വിശേഷങ്ങൾ അറിയാനുണ്ടല്ലോ. എന്താ സംഭവം എന്നൊന്നും ഓൾക്ക് മനസ്സിലായില്ല കേട്ടോ. എന്താ ഈ ഓത്ത് ടേക്കിംഗ് സെറിമണി എന്താണെന്നൊന്നും ഓൾക്ക് അറിഞ്ഞുകൂടാലോ. പിന്നെ രണ്ടാൾക്കും വേഗം ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലായിട്ടോ. ചിക്കനും പൊറാട്ടൊന്നും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആർക്കാലേ ഇങ്ങനെ ക്ഷമിച്ചിരിക്കാൻ പറ്റുക. അതുകൊണ്ട് തന്നെ അമ്മ ഭക്ഷണം എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ വേഗം ഓലിക്ക് ഫുഡ് കൊടുത്തേ. ഇവർ ചേച്ചി വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുക കേട്ടോ. കാരണം പിറ്റേന്ന് ശനിയാഴ്ച അതിനെക്കൊണ്ട് ഉച്ച വരെ ക്ലാസ് ഉണ്ടാവില്ലുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ ലീവ് കൊടുത്താലോ എന്ന് ഇവർ വിചാരിച്ച്. പക്ഷേ അവിടുന്ന് പറഞ്ഞെന്താ വെച്ചാൽ എക്സാമൊക്കെ അടുത്ത് വരിക, അതിനെക്കൊണ്ട് ലീവൊന്നും അവിടുന്ന് കൊടുക്കൂല കേട്ടോ. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ക്ലാസ് കഴിഞ്ഞിട്ടാണ് ദേവ് പൊതുവെ ഞായറാഴ്ചത്തേക്ക് വേണ്ടി വീട്ടിലോട്ട് വരാറുള്ളത്.
ഇതാ ഞങ്ങൾ തിരിച്ചെത്തി 8 മണിയായിട്ടോ. പിന്നെ വേഗം ഫുഡും വാങ്ങിയിട്ട് വന്നതാ. പിന്നെ ഇവര് ഭക്ഷണം കഴിക്കേണ്ട നേരം വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം പിന്നെ കുറെ വീഡിയോസ് ഒന്നും അതുകൊണ്ട് എടുക്കാനായില്ലേ. അപ്പൊ ഇത് ദേവുവിന്റെ ഇവിടെ ഷോൾഡറിൽ കുത്തി. അപ്പൊ എന്നോട് പറഞ്ഞു ഇത് കുഞ്ഞുവിനും സിദ്ധുവിനും കൊടുക്ക്. പിന്നെ ഇതായിരുന്നു അവിടെ കത്തിച്ചത്, ലാംലൈറ്റ് കത്തിച്ച സാധനം കണ്ടോ, അതിന്റെ പരിപാടി. അപ്പൊ ഇത് ഞങ്ങൾക്ക് രണ്ടാക്കും കൂടി എങ്ങനെയാ തരിക, മുറിച്ച് തരേണ്ടി വരും. ഇവിടെ വെക്കല്ലേ? ഇവിടെ വെക്കാം. ഇല്ല, കോട്ടും സ്കോപ്പും കൂടി ശരിക്കും കൊടുക്കുകയായിരുന്നു. പക്ഷെ എന്തോ കാരണത്താല് അത് ഈ പരിപാടിന്റെ കൂടെ ഇല്ലായിരുന്നു. നല്ല പരിപാടിയായിരുന്നു, നല്ല അടിപൊളിയായിരുന്നു കാണാനൊക്കെ. പിന്നെ കുറച്ച് ആൾക്കാരില്ലേ സാർ? കുറച്ച് ആൾക്കാരുണ്ട്. ഒരു 2 മണിക്കൂറുള്ള പരിപാടി. കത്തിച്ച മെഴുകുതിരി ഇവിടെ ഉണ്ട്. ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാ സിദ്ധു ഇതെവിടാ? ഇതാ ഫുഡ് കഴിക്കാ. ചിക്കനും പൊറാട്ടയും. ചിക്കൻ എന്ത് ചിക്കൻ ആയിരുന്നു? പെപ്പർ ചിക്കൻ പൊറാട്ട. ഞാൻ വേഗം എത്തി. എനിക്ക് ഒരു 7:55 എത്തിക്കില്ലേ നമ്മള്? ചേച്ചിക്ക് എന്താ ഭക്ഷണം? ഇന്ന് ചോറാ? മെഴുക് കത്തിട്ടുള്ളല്ലേ? ഇന്നെന്താ ഒന്നും ഇല്ലാത്തേന്ന്? ഉച്ചക്ക് നെയ്ച്ചോറേനു അല്ലേ? അപ്പം എല്ലാം കഴിഞ്ഞ് ഇപ്പം വീട്ടിലെത്തി, ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനിയൊന്ന് മേലൊക്കെ കഴുകി കടക്കണം. കാരണം രാവിലെ പുലർച്ചയ്ക്ക് പോയതായതിനെ കൊണ്ട് 5 മണിക്ക് ഇറങ്ങിയതാ. 5 മണിക്ക് പോയതിനെ കൊണ്ട് ക്ഷീണമൊന്നുമല്ല, പക്ഷെ ഭയങ്കര ചൂടാണ്. സഹിക്കാൻ പറ്റാത്ത ചൂടാ. അതുകൊണ്ട് തന്നെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് ശരിക്കും നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു. എന്തായാലും പോലെ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവൂലേ അല്ലെ? നല്ല കുറെ നിമിഷങ്ങൾ നിങ്ങൾ മുമ്പിൽ എത്തിക്കണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇതെല്ലാം കാണിക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ഇതിപ്പോ നമ്മളവിടെ പോയത് ഇങ്ങനെ ഒരു വലിയൊരു കാര്യമായിട്ട് എടുക്കുന്നില്ല. ഇത് ചെറിയൊരു പരിപാടിയാണ്, പക്ഷെ അത് ഞങ്ങളുടെ ജീവിതത്തിൽ നമ്മളൊരു ഫാമിലിയാണ്. അപ്പൊ നിങ്ങള് അറിയണം എന്നുള്ള ഒരു ആഗ്രഹം. അപ്പൊ എല്ലാരെയും പ്രാർത്ഥനയും ഇതൊക്കെ മുന്നോട്ടേക്ക് ഓളെ ജീവിതത്തിൽ എല്ലാരെയും പ്രാർത്ഥന വേണം. ഇതൊരു സ്റ്റെപ്പ് മാത്രമാണ്. അതിലോട്ടുള്ള അതിലൂടെ നമ്മൾ കയറി എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇനി കുറെ കാത്തിരിക്കാനുണ്ട്. അതൊക്കെ ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥനയെ വേണം, എല്ലാവരും കൂടെ വേണം. അപ്പൊ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങളെ ഫാമിലിയിൽ ഒരു വിശേഷമായിട്ട് കണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പൊ അടുത്ത വീഡിയോ കണ്ടതായിരിക്കും. ബൈ.